നമുക്ക് കെമിസ്ട്രിയുടെ നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് പഠിക്കാം. ഒന്ന് ഒരു ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരും, ബയോമോളിക്യൂൾസ് ചാപ്റ്റർ 29, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററും. അതുകൂടാതെ വരുന്നത് 21 ചാപ്റ്റർ 21 ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓൾറെഡി നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചു കഴിഞ്ഞു. എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു, അതിന്റെ റിയാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബയോമോളിക്യൂൾസ് നോക്കാം, അതിനുശേഷം എഫ് ബ്ലോക്ക് എലമെന്റ്സും ഡി ബ്ലോക്ക് എലമെന്റ്സും പഠിക്കാം. ഫയൽ ഷെയർ ചെയ്യാം. ബയോമോളിക്യൂൾസ് അത് നമുക്ക് നോക്കാം. അതൊരു ചെറിയൊരു ചാപ്റ്റർ ആണ്. അത് നോക്കിയിട്ട് വേണം ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് പഠിക്കാം. വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ബയോമോളിക്യൂൾസിൽ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ഗ്ലൂക്കോസ്, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സും അതിൻ്റെ ചെറിയ റിയാക്ഷൻസും മാത്രമേ ഈ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം നമുക്ക് ആദ്യം നോക്കാം ബയോമോളിക്യൂൾസ്. കാർബോഹൈഡ്രേറ്റ്, നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ ഫ്രൂട്ട്സിൽ വെജിറ്റബിൾസിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നോക്കാം ഏതിലൊക്കെ ഉള്ളത്. സെറൽസ്, ഫ്രൂട്ട്സ് ആൻഡ് ഷുഗർ പ്രൊവൈഡ് കാർബോഹൈഡ്രേറ്റ് സെറൽസിലുണ്ട്, ഫ്രൂട്ട്സിലുണ്ട്, ഷുഗറിലുണ്ട്. Then plants produce carbohydrate during ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആർ മൈസ്, റൈസ്, പൊട്ടറ്റോ എക്സെട്ര. ഇനി നാച്ചുറൽ സോഴ്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ റൈസ്, മൈസ്, പൊട്ടറ്റോ ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിന്റെ നാച്ചുറൽ സോഴ്സ് ആയിട്ട് പറയുന്നത്. ഇത് കൂടാതെ സ്റ്റാർച്ച് ഓൺ ഹൈഡ്രോളിസിസ്, സ്റ്റാർച്ചിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ, അതായത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അതേസമയം ഷുഗറിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ, അതായത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രാക്ടോസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. നെക്സ്റ്റ് അമിനോ ആസിഡ്സ്. Amino acids are needed for the normal functioning of animal body, are known as essential amino acid. നമ്മുടെ ബോഡി ഫങ്ഷനിങ്ങിന് അമിനോ ആസിഡ് ആവശ്യമാണ്. അങ്ങനെയുള്ള അമിനോ ആസിഡിനെ പറയുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ്. പിന്നെ ഇതൊരു പ്രൈമറി സ്ട്രക്ചർ ആണ്. പ്രോട്ടീനിന്റെ പ്രൈമറി സ്ട്രക്ചർ നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീനിലെ പ്രധാന ഘടകം എന്ന് പറയും. ഈ അമിനോ ആസിഡിന്റെ സ്ട്രക്ചേഴ്സ് ആ കൊടുത്തിരിക്കുന്നത്, നിർബന്ധമായിട്ട് പഠിക്കണം. ആൽഫ അമിനോ ആസിഡ്സ് സ്ട്രക്ചർ, അതില് H2N ബോണ്ടിങ് കൊടുത്തിട്ടുണ്ട്, CH, COH, R എന്ന് കൊടുത്തിട്ടുണ്ട്. R മീൻസ് ആൽക്കേൽ ഓർ അരൈൽ ഗ്രൂപ്പ്. ആൽക്കേൽ അരൈൽ ഗ്രൂപ്പ് ഒക്കെ വരുന്നത് നമ്മുടെ നെയിമിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് പഠിക്കാം. നെക്സ്റ്റ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് വെച്ചാൽ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ബോണ്ടിനെയാണ് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. The bond is formed between two amino acids are called peptide bond. രണ്ട് ബോണ്ട് അമിനോ ആസിഡിനിടയിൽ വരുന്ന ബോണ്ടിനെയാണ് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട്. ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അമിനോ ആസിഡിന്റെ ഇടയിൽ ബോണ്ടിങ് വരുന്നു. സ്ട്രക്ചർ നോക്കി വെക്കുക. നെക്സ്റ്റ് നോക്കാം. കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്താന്ന് നോക്കാം. These are complex protein. ഇതൊരു കോംപ്ലക്സ് പ്രോട്ടീൻ ആണ്. ഹൈഡ്രോളിസിസ് yield not only amino acid but also other organic or inorganic compounds. പിന്നെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അമിനോ ആസിഡുകൾ മാത്രമല്ല ഓർഗാനിക് ഇനോർഗാനിക് കോമ്പൗണ്ടിനെ ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റും.
Then the non-amino acid portion of conjugated protein is called the prosthetic protein. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അമിനോ ആസിഡ് അല്ലാത്ത പോർഷൻ അതിനെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്നാ പറയുന്നത്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. ഡി ഗ്ലൂക്കോസ്. അതുപോലെ ഹൈഡ്രോളിസിസ് ഓഫ് ഓയിൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്, എങ്കിലും ഓയിലിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രക്ചർ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാം. Then fat and oil. ഫാറ്റും ഓയിലും തമ്മിലുള്ള ഡിഫറൻസ്. ഫാറ്റ് എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് എന്നാ പറയുന്നത്. ട്രൈഗ്ലിസറൈഡ് ഇതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ ഒരു സെമി സോളിഡ് എന്ന് പറയും. പക്ഷെ ഓയിൽ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ്, ലിക്വിഡ് നേച്ചർ ആണ്. നോക്കാം നമുക്ക്. ഫാറ്റ് ഈസ് എ ട്രൈഗ്ലിസറൈഡ്. ഇറ്റ് ഈസ് സോളിഡ് ഓർ സെമി സോളിഡ്, നോട്ട് സെമി സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ സോളിഡോ അല്ലെങ്കിൽ സെമി സോളിഡ് നേച്ചറോ കാണിക്കുന്നു. ദെൻ ഓയിൽ ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓയിൽ ലിക്വിഡ് നേച്ചറിലാണ് റൂം ടെമ്പറേച്ചറിൽ. നെക്സ്റ്റ് പറയുന്നത് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ് എസ്റ്റർ ഓഫ് ന്യൂക്ലിയോസൈഡ് എന്നാ പറയുന്നത്. ന്യൂക്ലിയോസൈഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫോസ്ഫേറ്റ് എസ്റ്റർ ഓഫ് ന്യൂക്ലിയോസൈഡ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് 3 പാർട്ട് ഫോസ്ഫോറിക് ആസിഡ്, പെൻഡോ ഷുഗർ ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ന്യൂക്ലിയോസൈഡ് എന്താന്ന് വെച്ചാൽ ഇത് ഫോസ്ഫേറ്റ് എസ്റ്റർ ഓഫ് ന്യൂക്ലിയോസൈഡ് ആണ്. ഇതിന് 3 പാർട്ട് ഉണ്ട്. ഒന്ന് ഫോസ്ഫോറിക് ആസിഡും പെൻഡോ ഷുഗറും ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സും. ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. അടുത്തത് ഡൈസാക്രൈഡ്. എന്താണ് ഡൈസാക്രൈഡ്സ്? ട്രൈസാക്രൈഡ് എന്ന് വെച്ചാൽ ആലിസാക്രൈഡ് ആണ്. ഇത് 2 മോളിക്യൂൾസ് ഓഫ് മോണോസാക്രൈഡ്സ് എന്നും പറയും. എക്സാമ്പിൾ പറയുന്നത് സൂക്രോസ്. സൂക്രോസ് ഉണ്ട്, ലാക്ടോസ്, ഇതൊക്കെ ഡൈസാക്രൈഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് DNA ആൻഡ് RNA. ബയോളജി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. DNA സ്ട്രക്ചറും RNA സ്ട്രക്ചറും ഇതിന്റെ ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം DNA ഈസ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ. ഡിയോക്സി റൈബോസ് എന്ന് പറയും. അതേസമയം RNA ഷുഗർ ഒരു മിനിറ്റ് RNA ഷുഗർ റെസിഡ്യൂ ഈസ് റൈബോസ് എന്ന് പറയും. ആൻഡ് DNA pyrimidine bond is thiamine and cytosine. thiamine cytosine bond ആണ് വരുന്നത്. RNA-യിലാണെങ്കിൽ thiamine is replaced by uracil. thiamine പകരം uracil വരും. ഇത്രയാണ് DNA RNA സ്ട്രക്ചർ വരുന്നത്. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളൂ. ഡീറ്റെയിൽ സ്റ്റഡി ഇല്ല, ജസ്റ്റ് ഒരു ഡിഫറൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. DNA ഓൾറെഡി നമുക്കറിയാം ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ. അതിന്റെ മെയിൻ പാർട്ടായിട്ട് വേണം ഡിയോക്സി റൈബോസ് എന്ന് പറയും. ദെൻ RNA റൈബോസ് എന്ന് പറയും. ദെൻ DNA പിരമിഡിൽ ബേസിസ് തയാമിൻ ആൻഡ് സൈറ്റോസിൻ. തയാമിനും സൈറ്റോസിനും ആണ്. RNA-ല് തയാമിന് പകരം യുറാസിൽ വരുന്നു. നെക്സ്റ്റ് ട്രൈഗ്ലിസറൈഡ്. It is the triester of higher fatty acid with the glycerol. ഇത് ഗ്ലിസറോളിന്റെ ഫാറ്റിക് ആസിഡിന്റെയും ട്രൈഎസ്റ്റർ ആണ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ പഠിക്കണം. അതുപോലെ ട്രയോസ്. ട്രയോസ് ഈസ് ഗ്ലിസറാൾഡിഹൈഡ്. ട്രയോസ് എന്ന് വെച്ചാൽ ഗ്ലിസറാൾഡിഹൈഡ് ആണ്. സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ആൽഡിഹൈഡ് OH വരുന്നു. അതുപോലെ enzymes are protein provided by living systems and catalyze specific biological function. enzymes എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. ഇത് ബയോളജിക്കൽ ഫംഗ്ഷന് ആവശ്യമായ പ്രോട്ടീൻസ് ആണ്.
Next, natural source of glucose is grapes and cellulose is plant cell wall. ഇതൊരു വൺ വേ ടൈപ്പ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ട് അതിന് നോക്കേണ്ടത് ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, അമിനോ ആസിഡ്സ്, പിന്നെ ചെറിയ ചെറിയ വൺ വേർഡ് വരുന്നത് നാച്ചുറൽ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഇത് പിന്നെ വരുന്നത് ഷുഗർ ഓൺ ഹൈഡ്രോളിസിസ് ആൻഡ് സ്റ്റാർച്ച് ഓൺ ഹൈഡ്രോളിസിസ്. അത് ഏതൊക്കെ കോമ്പൗണ്ടാ ഉണ്ടാവുന്നതെന്ന് ചോദിക്കും. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണെന്ന്, പെപ്റ്റൈഡ് ബോണ്ട് എന്താണെന്ന്, പിന്നെ DNA, RNA, ഇതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ചെറിയ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ പഠിക്കണം. ഇനി നമുക്ക് ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് നോക്കാം. അതിന് മുമ്പ് അതിന്റെ ഒരു ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡി ബ്ലോക്കിന്റെ പീരിയോഡിക് ടേബിൾ പിക്ചർ ഉണ്ടോ എന്ന് നോക്കട്ടെ. എസ് ആൻഡ് പി ബ്ലോക്ക് അറിയാം, പീരിയോഡിക് ടേബിൾ പിക്ചർ നമ്മൾ കണ്ടതാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പിക്ചേഴ്സ് ഒന്നുകൂടി നോക്കട്ടെ. ഷോട്ട്. ഓക്കെ, ഇത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കാണിക്കുന്ന പിക്ചർ ആണ്. എസും പിയും അവിടെ നോക്കാം നമുക്ക്. പീരിയോഡിക് ടേബിളില് എസ് ബ്ലോക്ക് ഏതാണെന്ന് നമുക്കറിയാം, പി ബ്ലോക്ക് ഏതാണെന്ന് അറിയാം. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സ്. ദെൻ പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18 എലമെന്റ്സ്. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ബ്ലൂ കളറിൽ കാണുന്ന എലമെന്റ്സ് ആണ് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ദെൻ ഇത് കൂടാതെ ഈ പീരിയോഡിക് ടേബിളിന് താഴെ കാണുന്ന 2 ലെയർ എലമെന്റ്സിനെയാണ് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിൽ കിടക്കുന്ന എലമെന്റ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്. പീരിയോഡിക് ടേബിളിന് താഴെ കിടക്കുന്ന എലമെന്റ്സിനെയാണ് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇവരെ പീരീഡും ഗ്രൂപ്പും ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവരെ പീരിയോഡിക് ടേബിളിനകത്ത് തന്നെയാണ്, പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പുറത്തേക്ക്, ആ 2 ലെയർ എലമെന്റ്സിനെ പുറത്തേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടി ഓക്കെ. ചാപ്റ്ററിൽ കുറച്ച് അധികം പഠിക്കാനുണ്ട്. ഓക്കെ, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്കും എഫ് ബ്ലോക്ക് എലമെന്റ്സും. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് നോക്കാം. ഇത് ജനറൽ പ്രോപ്പർട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് 3 to 12 ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓൾസോ കോൾഡ് ട്രാൻസിഷൻ എലമെന്റ്. ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടും.
ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടാൻ കാരണം ഇവരുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന മെറ്റൽസും റൈറ്റ് സൈഡിൽ കിടക്കുന്നത് നോൺ മെറ്റൽസുമാണ്. മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലേക്ക് ഒരു ഫ്ലോ കാണിക്കുന്നത് കൊണ്ടാണ് അവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. എലമെന്റ്സ് ഹൂസ് ആറ്റംസ് ആർ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ. ഇവരുടെ ഓർബിറ്റലിന്റെ പ്രത്യേകത ഇലക്ട്രോൺസ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് കാണിക്കുന്നു. ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് പാർഷ്യലി ഫിൽഡ് ആണ്. Then 10 elements in first transition series. ആദ്യത്തെ ട്രാൻസിഷൻ സീരീസ് എടുത്തു നോക്കി അതിൽ 10 എലമെന്റ്സ് ഉണ്ട്. Then ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിന്റെ ഫോർമുല കൊടുത്തിരിക്കുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും ട്രാൻസിഷൻ എലമെന്റ്സിന്റെ. ാണ് കൊടുത്തിരിക്കുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. n-1 d⁻1 to 10, അതായത് ഡി ഓർബിറ്റൽ മാക്സിമം 10 ഇലക്ട്രോൺസ്, n⁻1 or 2, അതായത് എസിൽ ഒന്നോ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ്. ദർ മെറ്റൽസ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് ഷോസ് ഹയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡ്യൂ ടു സ്ട്രോങ് ഇന്റർ ആറ്റോമിക് ബോണ്ടിങ്. ഇവർക്ക് ഹയർ മെൽറ്റിംഗ് പോയിന്റും ഹയർ ബോയിലിംഗ് പോയിന്റും ഉണ്ട്, കാരണം ആറ്റോമിക് ബോണ്ടിങ് സ്ട്രോങ് ആണ്. അടുത്ത് നോക്കാം. ഇറ്റ് ഷോസ് ഹയർ ഡെൻസിറ്റി ആസ് കമ്പയർഡ് ടു എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഡ്യൂ ടു സ്മോൾ സൈസ് ഡസ് നോട്ട് ഇൻക്രീസ് ദ സെയിം പോർഷൻ ആസ് ദ ആറ്റോമിക് മാസസ്. പിന്നെ പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹയർ ഡെൻസിറ്റി ഉണ്ട്. നെക്സ്റ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ചെയ്യുന്നു, അതായത് പല കോമ്പൗണ്ട്സിലും പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരേ ഇനം മെറ്റൽ കാണിക്കുന്നു. അതായത് ഇലക്ട്രോൺസിനെ കൊടുക്കുവാനോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നു എന്നത് പല കോമ്പൗണ്ട്സിലും പല തരത്തിലാണ് ഇവര് കാണിക്കുന്നത്. ഇവരുടെ റിയാക്ഷൻ പലതരത്തിലാണ്. ഇനി നമുക്ക് ഇവരുടെ കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ് നോക്കാം. സോഡിയം ഡൈക്രോമേറ്റ് കൺവേർട്ടഡ് ഇൻറ്റു പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് മാറ്റുമ്പോൾ എന്തൊക്കെ റിയാക്ഷൻ ആണെന്ന് നോക്കാം. ഇവിടെ സോഡിയം ഡൈക്രോമേറ്റ് എടുത്തിരിക്കുന്നത്. സോഡിയം ഡൈക്രോമേറ്റ് പ്ലസ് 2KCl പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ പ്രോഡക്റ്റ് ആയിട്ട് K2Cr2O7 പൊട്ടാസ്യം ക്രോമിക് ഓക്സൈഡ് കിട്ടുന്നു, പ്ലസ് 2NaCl സോഡിയം ക്ലോറൈഡും കിട്ടുന്നു. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അടുത്തത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് ആൽക്കലി ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഒരു മെറ്റൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, അതുപോലെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ആൽക്കലി ട്രീറ്റഡ് വിത്ത് ആൽക്കലി മെറ്റൽ ക്ലോറൈഡ്. ഓക്കെ, ദെൻ അപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് K2Cr2O7 പ്ലസ് NaCl സോഡിയം ക്ലോറൈഡ് ആണ് ഇവിടെ മെറ്റൽ ക്ലോറൈഡ് എടുത്തിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് 6H2SO4 എടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് 2KHSO4 then 4NaHSO4 plus 2CrO2Cl2 plus water 3H2O. ഇവിടെ സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റും പൊട്ടാസ്യം ഹൈഡ്രജൻ സൾഫേറ്റും ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇതൊക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ് ആ. അടുത്ത് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എഴുതുന്നത് സാധാരണ KLMN ഷെല്ലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. K ഷെല്ലില് 2 ഇലക്ട്രോൺ, L ഷെല്ലില് 8 ഇലക്ട്രോൺ,
M ഷെല്ലിൽ 18 ഇലക്ട്രോൺ, N ഷെല്ലിൽ 32 ഇലക്ട്രോൺ. 2, 8, 18, 32 അങ്ങനെ വരും ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുമ്പോൾ. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് ഏത് ഷെല്ലിലെ ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഇപ്പൊ കെ ഷെല്ലിലെ ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്, എൽ ഷെല്ലിലെ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്, എം ഷെല്ലിലെ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺസ്. അപ്പൊ അതിന്റെ ഒരു ഓർഡർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കെ ഷെല്ല് നോക്കുകയാണെങ്കിൽ കെ ഷെല്ലിൽ ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, 1s എന്ന് പറയും. ഫസ്റ്റ് ഷെൽ, ഈ 1s വരാൻ കാരണം 1 എന്ന് പറയുന്നത് കെ ഫസ്റ്റ് ഷെൽ ആണ്, 1 സബ്ഷെൽ എസ്. ദെൻ സെക്കൻഡ് ഷെൽ എൽ ഷെല്ലിന് 2 സബ്ഷെൽ ഉണ്ട്, എസും പിയും. അപ്പൊ 2s 2p എന്ന് പറയും രണ്ടാമത്തെ ഷെൽ. ഇനി മൂന്നാമത്തെ ഷെൽ എന്ന് പറയുന്നത് എം ഷെൽ. എം ഷെല്ലിന് 3 സബ്ഷെൽ ഉണ്ട്, എസ് പി ആൻഡ് ഡി. അപ്പൊ 3s 3p 3d. 3 വരാൻ കാരണം തേർഡ് ഷെല്ലാണ് എം ഷെൽ, എം ഷെല്ലിലെ സബ്ഷെൽസ്. ഫോർത്ത് ഷെൽ എൻ ഷെല്ലിന് 4 സബ്ഷെൽ ഉണ്ട്, എസ് പി ഡി ആൻഡ് എഫ്. അപ്പോ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s 4p 4d 4f. പിന്നെ വരുന്നത് ഓ സബ്ഷെൽ. ഒരെണ്ണൂടെ പറയാം, ഓ സബ്ഷെൽ ഫിഫ്ത്ത് ഷെല്ലാണ്. ഓ ഷെല്ല് ഫിഫ്ത്ത് ഷെൽ. ഫിഫ്ത്ത് ഷെല്ലിനും 4 സബ്ഷെല്ലുണ്ട്, എസ് പി ഡി ആൻഡ് എഫ്. അപ്പോ ഫിഫ്ത്ത് ഷെല്ലായത് കാരണം 5s 5p 5d ആൻഡ് 5f വരും. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ പറഞ്ഞു കെ ഷെല്ലിന് 2 ഇലക്ട്രോൺസ് മാക്സിമം വരാം, എൽ ഷെല്ലിന് 8 ഇലക്ട്രോൺസ് വരാം, എം ഷെല്ലിന് 18 ഇലക്ട്രോൺസ് വരാം, എൻ ഷെല്ലിന് മാക്സിമം 32 ഇലക്ട്രോൺസ് വരെ ആകാം. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് 2n² എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാണ്. 2n². n മീൻസ് നമ്പർ ഓഫ് ഷെൽ. ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ 2 × 1². അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 2. സെക്കൻഡ് ഷെല്ലാണെങ്കിൽ 2 × 2². അപ്പോ 8 കിട്ടും. തേർഡ് ഷെല്ലാണെങ്കിൽ 2 × 3² 18 കിട്ടും. ദെൻ ഫോർത്ത് ഷെല്ലാണെങ്കിൽ 2 × 4² 32 കിട്ടും. അപ്പോൾ ഓരോ ഷെല്ലിലും മാക്സിമം ഇത്ര ഇലക്ട്രോൺസേ വരാമുള്ളൂ എന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സബ് ഷെല്ലിലും മാക്സിമം ഇത്ര ഇലക്ട്രോൺസേ വരാമുള്ളൂ. അതിൽ കൂടുതൽ ഇലക്ട്രോൺസ് വന്നാൽ അടുത്ത സബ് ഷെല്ലിലേക്ക് പോകും. അപ്പൊ നമുക്ക് നോക്കാം. എസ് സബ് ഷെല്ലില് 2 ഇലക്ട്രോൺസ്. ഇനി പി സബ് ഷെല്ലില് 6 ഇലക്ട്രോൺസ് വരെ ആകാം. ഡി സബ് ഷെല്ലില് 10 ഇലക്ട്രോൺസ്. ദെൻ എഫ് സബ് ഷെല്ലില് 14 ഇലക്ട്രോൺസ്. ഇത്രയും ഇലക്ട്രോൺസ് വരെ ആകാം. ഇത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, സബ് ഷെല്ലിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം. സബ് ഷെല്ലിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിലാണ്. എനർജി കുറഞ്ഞ സബ് ഷെല്ലിനെ ആദ്യം എഴുതി പിന്നെ എനർജി കൂടിയ സബ് ഷെല്ലിനെ എഴുതണം. അങ്ങനെ വരുമ്പോൾ 1s കഴിഞ്ഞിട്ട് ഫസ്റ്റ് സബ് ഷെൽ കഴിഞ്ഞിട്ട് 1s കഴിഞ്ഞ ശേഷം 2s എഴുതുക, 2p കഴിഞ്ഞ ശേഷം 3s എഴുതുക, 3p കഴിഞ്ഞ ശേഷം 4s എഴുതുക, 4sന് ശേഷം 3d 4p ആൻഡ് 5s. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഈ വിധത്തിലായിരിക്കണം. അതിനുശേഷം 5sന് ശേഷം 4d 5p 4f ആൻഡ് 5d. അങ്ങനെ ഓർഡറിൽ പോകും. ഷെല്ല് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ലെങ്ത്തും കൂടും. അപ്പൊ ഇലക്ട്രോൺസിന്റെ എനർജി ലെവലിന്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിങ് ഓർഡറിലാണ് ദെൻ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സബ് ഷെല്ലില്. നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. സോഡിയത്തിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ആറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന് സാധാരണ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 281 എന്ന് എഴുതും. ആറ്റോമിക് നമ്പർ 11 വരുമ്പോൾ 281. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, ബാക്കി എൻ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ.
ഇവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് 1s2 2s2 2p6 ആൻഡ് 3s1. ഇപ്പോഴാണ് 11 ഇലക്ട്രോൺസ് ആകുന്നത്. ഇത് ലാസ്റ്റ് ഇലക്ട്രോൺ എസ് ബ്ലോക്കിലെ എസ് സബ്ഷെല്ലിൽ എൻ്റർ ചെയ്തിരിക്കുന്നു. അത് കാരണം അത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി നിയോണിന്റെ നോക്കാം. നിയോൺ 10 ഇതിന്റെ എഴുതുമ്പോൾ 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ സബ്ഷെല്ലിൽ 1s2 2s2 2p6 വരും. അപ്പോ ഇതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അടുത്തത് നോക്കാം. സ്കാൻഡിയം 21 സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d1. ഇതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി ബ്ലോക്കിൽ എൻ്റർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അടുത്തത് നൈട്രജൻ 7 1s2 2s2 2p3. ഇത് ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? ലാസ്റ്റ് ഇലക്ട്രോൺ പി ബ്ലോക്കിൽ എൻ്റർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. മഗ്നീഷ്യം 12 അറ്റോമിക് നമ്പർ 12 ആണ് വന്നിരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലില് എൻ്റർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുക ഏതൊക്കെ പി ബ്ലോക്ക്, എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക് എലമെന്റ്സ് വന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് അതാണ് അതിന്റെ ബ്ലോക്ക്. നോക്കുക സോഡിയം ഏത് എസ് ബ്ലോക്കിൽ തന്നെയാണോ, അതുപോലെ നിയോൺ പി ബ്ലോക്കിലാണോ, സ്കാൻഡിയം ഡി ബ്ലോക്ക് എലമെന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. നൈട്രജൻ പി ബ്ലോക്ക് ആണോ, മഗ്നീഷ്യം എസ് ബ്ലോക്ക് എലമെന്റ് ആണോ. അപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന രീതി. സിമ്പിൾ ആയിട്ട് കാണിച്ചു എന്നുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്കാൻഡിയത്തിന്റെ ഓൾറെഡി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്ലസ് 3d1 4s2 വരുവാണെങ്കിൽ സ്കാൻഡിയം ആയി. ശരിയാണോ? 21 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇപ്പൊ ആർഗൺ 18 ആണെന്ന് അറിയാം. 18 ഇലക്ട്രോൺസ് ഉള്ള അറ്റോമിക് നമ്പർ 18 ആണ് ആർഗണിന്റെ. അപ്പൊ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 18 ഇലക്ട്രോൺസിനെ കഴിഞ്ഞ് ബാക്കി 3 ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിയിലും ബാക്കി 2 ഇലക്ട്രോൺസ് 4sലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. മറ്റുള്ള എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പൊ സ്കാൻഡിയത്തിന്റെ ആർഗൺ പ്ലസ് 3d1 4s2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിങ്ക് 30 ആണ് ആറ്റമിക് നമ്പർ വരുന്നത്. ഇത് ആർഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർഗൺ പ്ലസ് 3d10 4s2 അങ്ങനെ വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോപ്പർ ആൻഡ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. മറ്റുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന പോലെയല്ല. കോപ്പർ ആൻഡ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണാതെ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കോപ്പർ 29 ആണ് ആറ്റമിക് നമ്പർ വരുന്നത്. ക്രോമിയം 24 വരുന്നുണ്ട്. കോപ്പറിന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d10 4s1. ഇവിടെ റൂൾ അനുസരിച്ച് നോക്കുമ്പോൾ 3d9 4s2 എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നതിന് കാരണം ഇവിടെ ഒരു ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത് ഡി സബ്ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് 4sൽ നിന്ന് 4s2 ആയിരുന്നു ഓൾറെഡി. 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഡിക്ക് കൊടുത്തു 3d10 ആയിട്ട് മാറി.
ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് മാറി. ഇത് കാണാതെ പഠിച്ചു വെക്കണം. 3d10 4s1. അതുപോലെ തന്നെ ക്രോമിയത്തിന്റെ 24 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. Then ഇലക്ട്രോണിക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4d5 3d5 4s1. ഇവിടെ എങ്ങനെയായിരിക്കും വന്നത്? 4sലെ ഒരു ഇലക്ട്രോണിനെ ഡിക്ക് കൊടുത്ത് 3dക്ക് കൊടുക്കുന്നു. 3dക്ക് കൊടുത്ത് 3d5 ആക്കി മാറ്റി. അതുവരെ 3d4 ആയിരുന്നു, 3d5 ആയി മാറും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പാർഷ്യലി ഫിൽഡ് ഡി സബ്ഷെൽ കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൊടുത്തത്. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാറുന്നത് 3d5 4s1 ആണ് മെയിൻ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കോപ്പർ ആൻഡ് ക്രോമിയം പഠിച്ചു വെക്കുക, വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഇത് കൂടാതെ കോപ്പർ ആൻഡ് ക്രോമിയത്തില് ആർഗൺ ആറ്റവുമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കാം. ആർഗൺ പ്ലസ് 3d10 4s1 ഇത് കോപ്പർ, പിന്നെ ആർഗൺ പ്ലസ് 3d5 4s1 ഇത് ക്രോമിയം. ടെക്സ്റ്റ് ബുക്കിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കോപ്പർ ആൻഡ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്രോം ആലം. ക്രോം ആലത്തിന്റെ മോളിക്കുലാർ ഫോർമുല K2SO4 Cr2SO4 thrice 24H2O. മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന ടാനിങ് ഓഫ് ലെതർ ആൻഡ് ഡ്രൈയിങ് ഓഫ് ഫാബ്രിക്സ് ാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൊട്ടാസ്യം മാഗ്നറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം മാഗ്നറ്റിനെ എങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കി മാറ്റാം? ഓക്സിഡേഷൻ വിത്ത് ഓസോൺ അല്ലെങ്കിൽ ക്ലോറിൻ. ക്ലോറിനുമായിട്ട് ഓക്സിഡേഷൻ നടത്തുക അല്ലെങ്കിൽ ഓസോണുമായിട്ട് ഓക്സിഡേഷൻ നടത്തുക. അപ്പൊ അങ്ങനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നോക്കാം. പൊട്ടാസ്യം മാഗ്നേറ്റിന്റെ K2MnO4 പ്ലസ് O3 മീൻസ് ഓസോൺ. O3 എന്ന് വെച്ചാൽ ഓസോൺ പ്ലസ് H2O വാട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ two KMnO4 പ്ലസ് 2KOH പ്ലസ് O2. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാകുന്നു, അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ പൊട്ടാസ്യം മാഗ്നേറ്റിനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. 2K2MnO4 plus Cl2 give 2KMnO4 plus 2KCl. പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ്. അടുത്തത് റിയാക്ഷൻസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ഇത് ന്യൂട്രൽ മീഡിയത്തിൽ എന്തൊക്കെ റിയാക്ഷൻ ആണ്, അസിഡിക് മീഡിയത്തിൽ എന്ത് റിയാക്ഷൻ ആണ്, അതുപോലെ ആൽക്കലൈൻ മീഡിയത്തിൽ എന്തൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ആണ് നോക്കാനുള്ളത്. ന്യൂട്രൽ മീഡിയം, അതായത് ആസിഡും അല്ല ആൽക്കലി അല്ലാത്ത സൊല്യൂഷനിൽ എങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയാക്ട് ചെയ്യുന്നു? MnO4 അയോൺസ് ആയിട്ടാണ് പ്ലസ് H2O പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ് MnO2 മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് OH ഹൈഡ്രോക്സൈഡ് അയോൺ. അതുപോലെ എമൗണ്ട് മാറ്റം വരുത്തിയ 4MnO4 പ്ലസ് 4OH ഗീവ് 4MnO2 മൈനസ് പ്ലസ് 2H2O പ്ലസ് ഓക്സിജൻ മാംഗനീസ് ഡയോക്സൈഡ്. നെക്സ്റ്റ് ആൽക്കലൈൻ മീഡിയം. ആൽക്കലൈൻ മീഡിയത്തിൽ എങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയാക്ട് ചെയ്യുന്നു? Then 2KMnO4 പ്ലസ് H2O പ്ലസ് iodine give 2MnO2 മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഉണ്ടാകുന്നത് പ്ലസ് 2H ഹൈഡ്രോക്സൈഡ് അയോൺ ഉണ്ടാകുന്നുണ്ട്. Then O3 മൈനസ്. ഇതിന്റെ അയോണിക് ഇക്വേഷൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടാതെ അസിഡിക് മീഡിയം. ഈ അസിഡിക് മീഡിയത്തിൽ എങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയാക്ട് ചെയ്യുന്നു?
Then ഇവിടെ acidic medium manganese dioxide MnO4 tetroxide കൊടുത്തിരിക്കുന്നത് MnO4 plus 8H plus 5 electron give Mn2 plus ion manganese ions ആയിട്ട് മാറുന്നു plus 4H2O. ഇതിന്റെ ഡീറ്റെയിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഒരു മിനിറ്റ്. അടുത്തത് എഫ് ബ്ലോക്ക് സോറി കെമിക്കൽ ഫോർമുല പൈറോസിലേറ്റ്. ഓക്കെ, കെമിക്കൽ ഫോർമുല ഓഫ് പൈറോസിലേറ്റ് MnO2 മാംഗനീസ് ഡയോക്സിനെയാണ് MnO2 പൈറോസിലേറ്റ് എന്ന് പറയുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 പർപ്പിൾ കളറാണ്. പൊട്ടാസ്യം മാംഗനേറ്റ് K2MnO4 മാറിപ്പോകരുത്, ഗ്രീൻ കളർ ആണ്. പെർമാംഗനേറ്റും മാംഗനേറ്റും പൊട്ടാസ്യം KMnO4 K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ് രണ്ടിന്റെയും കളറ് വായിച്ചു വെക്കണം. ദെൻ ഇതിന്റെ നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ മാംഗനീസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ MnO2 മാംഗനീസ് ഓക്സൈഡ്, K2MnO4 potassium manganate and KMnO4 potassium permanganate. അതായത് പൊട്ടാസ്യം മാംഗനേറ്റിലും പൊട്ടാസ്യം പെർമാംഗനേറ്റിലും അതുപോലെ മാംഗനീസ് ഡയോക്സൈഡിലും മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാംഗനീസ് ഡയോക്സൈഡില് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പൊട്ടാസ്യം മാംഗനേറ്റില് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റില് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെ ഒരു എലമെന്റ് തന്നെ പല കോമ്പൗണ്ടില് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അത് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത്രയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും അടിയിലായി കാണുന്ന 2 ലെയേഴ്സ് ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു. അത് അവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്ന ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടാൻ കാരണം അത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അകത്ത് വരുന്നവരാണ്. അതുകൊണ്ട് അവര് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ദീസ് ആർ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റിന്റെ അകത്ത് വരുന്നവരാണ്, അതുകൊണ്ട് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. These are divided into 2 series, lanthanoids and actinoids. ഇവരെ ലാങ്തനോയിഡ്സ് എന്നും ആക്ടിനോയിഡ്സ് എന്നും അറിയപ്പെടുന്നു. ഫസ്റ്റ് ലെയർ ലാങ്തനോയിഡ്സ്, സെക്കൻഡ് ലെയർ ആക്ടിനോയിഡ്സ്. പ്രോപ്പർട്ടീസ് ആർ സിമിലർ ടു ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഏകദേശം ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നു. Lanthanoids are soft metal, good conductors of heat and electricity. Lanthanoids soft metal ആണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. And actinoids appears to silvery, they are radioactive nature. Actinoids റേഡിയോ ആക്റ്റീവ് നേച്ചർ ഉള്ളവരാണ്, ഒരു സിൽവറി കളറിൽ കാണപ്പെടുന്നു. ഇത്രയാണ് പ്രോപ്പർട്ടി എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നു. പ്രോപ്പർട്ടി പൊതുവെ ഡി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നു. പിന്നെ ഈ 2 ലെയറുകാരെ ലാങ്തനോയിഡ്സ് എന്നും ആക്ടിനോയിഡ്സ് എന്നും പറയുന്നു. ലാങ്തനോയിഡ്സ് പൊതുവെ സോഫ്റ്റ് മെറ്റൽ ആണ്, ആക്ടിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോളോയിങ് അയോൺസ് പറഞ്ഞിരിക്കുന്നത്. അയോൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ.
ഇവിടെ 3+, യൂറോപ്പിയം 3+ ഉണ്ട്, യട്രിയം 3+ കൊടുത്തിട്ടുണ്ട്, സിറിയം 4+ കൊടുത്തിട്ടുണ്ട്. 3+ മീൻസ് 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ യൂറോപ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 63 നിന്ന് 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ 60 വരും. ബാക്കി 60 വെച്ചുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇട്രിയം അതില് 3+ ആ കൊടുത്തിരിക്കുന്നത്. 3+ല് 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ 70 ആണോ 76, ഒരു മിനിറ്റ്, 70 ആറ്റോമിക് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 70യിൽ നിന്ന് 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അപ്പോൾ ഉള്ള ഇലക്ട്രോണിക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതുപോലെ സിറിയത്തിന്റെ 58 ആണ് ആറ്റോമിക് നമ്പർ കൊടുത്തിരിക്കുന്നത്. 58ൽ നിന്ന് സിറിയം 4+ ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 58ൽ നിന്ന് 4 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാലുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിനോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതാണ്. സിനോണിന്റെ 54 ആണ് കൊടുത്തിരിക്കുന്നത് ആറ്റോമിക് നമ്പർ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 54 വെച്ച് സബ്ഷെല്ലില് 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p6 4d10 5s2 5p6 എന്ന് വരും സിനോൺ. അപ്പൊ ഇത് വെച്ച് കമ്പയർ ചെയ്ത് ബാക്കിയുള്ള എലമെന്റ്സിന്റെ, അതായത് അയോൺസിന്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചാർജ് വന്നിട്ടുണ്ട്, അതിന് 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ട് ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യൂറോപ്പിയൻ നോക്കാം. സിനോൺ പ്ലസ് 4f7 6s2 എന്ന് വരും. നെക്സ്റ്റ് ഇട്രിയം, സിനോൺ പ്ലസ് 4f4 6s2 വരും. അടുത്തത് സിറിയം, സിനോൺ പ്ലസ് 4f2 6s2 വരും. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണമെങ്കിൽ എഴുതി നോക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, യൂറോപ്യത്തിന്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അതിൽ നിന്ന് 3 കുറച്ച് എഴുതുക, എന്നിട്ട് അത് സിനോണുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുക. നെക്സ്റ്റ് നമുക്കൊരു പോർഷൻ പഠിക്കാനുള്ളത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ, ഒരു മിനിറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ റിയാക്ഷൻസ്, പ്രോപ്പർട്ടീസ്, ഇതാണ് നോക്കാനുള്ളത്. നോക്കാം. പ്രിപ്പറേഷൻ നോക്കാം. പൈറോസിലേറ്റ് നമ്മൾ പറഞ്ഞു, മാംഗനീസ് ഓക്സൈഡിനെ പൈറോസിലേറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുന്നത്. നോക്കാം. പൈറോസിലേറ്റ് ഓർ ഈസ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദി manufacture of potassium permanganate. Pyrosilate is first converted into potassium magnate and oxidized into potassium permanganate. ആദ്യം പൈറോസിലേറ്റ് അയോൺസിൽ നിന്നാണ്, ഓറിൽ നിന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് പൊട്ടാസ്യം മാംഗനേറ്റിലേക്കാണ്. ഇതിനെ ഓക്സിഡൈസ് ചെയ്തതിന് ശേഷമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കിട്ടുന്നത്. നോക്കാം. കൺവേർഷൻ ഓഫ് പൈറോസിലേറ്റ് ഇൻടു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. Pyrosylate react with sodium or potassium hydroxide in presence of air. ഇവിടെ സോഡിയം അല്ലെങ്കിൽ സോഡിയത്തിന്റെയോ അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു പൈറോസിലേറ്റിനെ. അതായത് MnO2 plus 2KOH gives K2MnO3. പൊട്ടാസ്യം മാഗ്നേറ്റ് ഉണ്ടാകുന്നു. ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ ഉണ്ടാകുന്നുണ്ട്. കിട്ടിയിരിക്കുന്ന പൊട്ടാസ്യം മാഗ്നേറ്റിനെ ഓക്സിഡേഷൻ നടത്തുന്നു. K2MnO3 plus ഓക്സിജൻ ഗീവ്. അപ്പോ പൊട്ടാസ്യം മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. 2K2MnO4. ഇത് ഡാർക്ക് ഗ്രീൻ കളറാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് കൺവേർഷൻ ഓഫ് പൊട്ടാസ്യം മാഗ്നറ്റൈറ്റ് ഇൻടു പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഒരു മിനിറ്റ്. When a green concentrated solution of potassium permanganate is gently warmed or largely diluted with water, the green color changes into pink due to the formation of potassium permanganate. ഇവിടെ
ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ കളർ ചേഞ്ച് ചെയ്യുന്നു. ശേഷം വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതൊരു കളർ ചേഞ്ച് ഉണ്ടായി മാറുന്നു. കളർ ചേഞ്ച് ആയിട്ട് എന്ത് ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാകുന്നു. ഇത് സ്റ്റേബിൾ ആൽക്കൈൽ കോമ്പൗണ്ട് ആണ്. ഇത് പ്യുവർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അടുത്ത് നോക്കാം, അതിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 3MnO4 plus 4H plus ions give 2MnO4 2- plus MnO2 plus 2H2O. ഇതിന് ശേഷം potassium magnate is converted into potassium permanganate by oxidation of either chemically with chloride or ozone or electrically at anode. പറഞ്ഞിരിക്കുന്നത് പൊട്ടാസ്യം മാഗ്നറ്റേറ്റ് ഉണ്ടായി. ഇനി ഇതിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കണമെങ്കിൽ ഓക്സിഡേഷൻ പ്രോസസ് നടത്തണം. ഈതറുമായിട്ടോ അല്ലെങ്കിൽ ഓസോണുമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തുന്നു. നമുക്ക് നോക്കാം, കെമിക്കൽ ഓക്സിഡേഷന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. K2MnO4 പൊട്ടാസ്യം മാഗ്നറ്റൈറ്റ് പ്ലസ് ക്ലോറിൻ ഗീവ് KMnO4 പൊട്ടാസ്യം മാഗ്നേറ്റ് പ്ലസ് K2KCl പൊട്ടാസ്യം ക്ലോറൈഡ്. Next 2K2MnO4 plus ozone plus water. Oxidation process കൊടുത്തിരിക്കുന്നത്. Give 2KMnO4 plus 2KOH plus O2. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി ആനോഡിക് ഓക്സിഡേഷൻ, ആനോഡിന്റെ ഓക്സിഡേഷൻ നോക്കാം. MnO4 2- gives MnO4 minus plus electron, 1 electron, that is anode. ആനോഡില് നടന്ന ഓക്സിഡേഷന്റെ ഇക്വേഷൻ. ഇത്രയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ പറയുന്നത്. പൈറോസിലേറ്റ് ഓറിൽ നിന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓക്സിഡേഷൻ നടത്തി. ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. Potassium permanganate forms dark purple red rhombic prisms. It is spirally soluble in water, giving a deep purple colored solution, which is opaque until very dilute. The crystals on heating evolve oxygen to form a black powder of potassium magnetite and manganese dioxide. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ ആണ്. ഡാർക്ക് കളർ പർപ്പിൾ ക്രിസ്റ്റൽ ആണ്. നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ ആണ്. ഇനി ഇതിനെ ഡൈലൂട്ട് ആക്കാമെങ്കിൽ തന്നെ സ്പൈറലി സോലുബിൾ ആണ്. പയ്യെ വാട്ടറിൽ സോലുബിൾ ആകുന്നുള്ളൂ. ഇത് കൂടാതെ ഈ ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്താൽ അത് പിങ്ക് കളർ പർപ്പിൾ കളർ നഷ്ടപ്പെട്ട് അത് ഡാർക്ക് കളറായിട്ട് മാറും. കാരണം അവിടെ പൊട്ടാസ്യം മാഗ്നേറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസും മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസും ഉണ്ടാകുന്നു. അതിന്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. 2KMnO4 give ഹീറ്റ് ചെയ്യുമ്പോൾ K2MnO4 plus MnO2 plus ഓക്സിജൻ. അടുത്ത് നോക്കാം, അടുത്ത ഇക്വേഷൻ. അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഇതൊരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഈ ഓക്സിഡേഷൻ അസിഡിക് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആൽക്കലൈൻ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അസിഡിക് സൊല്യൂഷനിൽ എങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്നു നോക്കാം. KMnO4 that means potassium permanganate plus sulfuric acid. ഇവിടെ അസിഡിക് സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. To give K2SO4 plus 2MnSO4 plus 3H2O plus 5O oxygen. Ferrous sulfate is oxidized to ferric sulfate. Oxidized potassium permanganate. Potassium permanganate ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഫെറസ് സൾഫേറ്റിൽ ഉപയോഗിച്ചാൽ ഫെറിക് സൾഫേറ്റ് കിട്ടും. അടുത്തത്
അതിന്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് 2KMnO4 plus 8H2SO4 plus 10FeSO4 give K2SO4 plus MnSO4 plus 5FeSO4 thrice plus 8H2O. ഫെറിക് സൾഫേറ്റ് ഉണ്ടാവുന്ന പ്രോസസ്സാണ് കൊടുത്തിരിക്കുന്നത്. FeSO4 thrice എന്നാണ് ഫെറിക് സൾഫേറ്റ്. ഇനി സൾഫർ ഡയോക്സൈഡ് ഈസ് ഓക്സിഡൈസ് ടു സൾഫ്യൂരിക് ആസിഡ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറ്റാൻ പറ്റും. 2KMnO4 plus 5SO2 plus 2H2O give K2SO4 plus 2MnSO4 plus 2H2SO4. സൾഫ്യൂരിക് ആസിഡ് H2SO4. നെക്സ്റ്റ്, ഈ ന്യൂട്രൽ സൊല്യൂഷനിൽ, അതായത് ആസിഡും അല്ല ആൽക്കലിയും അല്ലാത്ത സൊല്യൂഷനിൽ എങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നോക്കാം. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് മാംഗനീസ് ടെട്രോക്സൈഡ് ആണ്. മാംഗനീസ് ഓക്സൈഡ് പ്ലസ് 2H2O പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ് MnO4 പ്ലസ് 4OH ഹൈഡ്രോക്സൈഡ് അയോൺസ്. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസ് ചെയ്യുന്നത് Mn2 പ്ലസ് salt 2 മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് H2S2S ആൻഡ് SO2 as follows. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാംഗനീസ് 2 പ്ലസ് അയോൺ സാൾട്ടിനെ മാംഗനീസ് ഓക്സൈഡ് ആയിട്ട് മാറുന്നു, H2Sനെ സൾഫർ ആക്കി മാറ്റുന്നു. അതിന്റെ ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ്. 2KMnO plus 3MnSO4 plus 2H2O give K2SO4 plus 5MnO2 plus 2H2SO4. Next, 2KMnO4 means potassium permanganate plus 4H2S give 2MnS plus sulfur S plus then K2SO4 potassium sulfate plus water 4H2O product ആയിട്ട് വരുന്നു. ഇനി ആൽക്കലൈൻ സൊല്യൂഷനിൽ എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത് നോക്കാം. 2KMnO4 plus KOH, ഇവിടെ ആൽക്കലി ആയിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തിരിക്കുന്നത് to give K2MnO4 plus H2O plus O. Alkaline permanganate oxidized to iodides. Ethene to ethene glycol. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡേഷൻ ഉപയോഗിക്കുമ്പോൾ അയഡൈനെ അയഡൈഡ്സ് ആയിട്ട് മാറ്റുന്നു, അതുപോലെ ഈഥീനെ ഇഥിലീൻ ഗ്ലൈക്കോൾ ആക്കി മാറ്റുന്നു. അതിന്റെ ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. 2KMnO4 plus H2O plus KI give 2MnO2 plus 2KOH plus KiO2. അതുപോലെ അടുത്ത ഇക്വേഷൻ 2KMnO4 plus 3H2O double bond 3CH2 double bond CH2 plus 4H2O give 2MnO2 plus 3HOCH2 single bond CH2 OH plus KOH. ഇവിടെ എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 3HOCH2 സിംഗിൾ ബോണ്ട് CH2OH. അതാണ് എഥിലീൻ ഗ്ലൈക്കോൾ. അപ്പോൾ ഇങ്ങനെയാണ് ആസിഡ് സൊല്യൂഷനും ആൽക്കലൈൻ സൊല്യൂഷനിലും അതുപോലെ ന്യൂട്രൽ സൊല്യൂഷനിലും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡേഷന് ഉപയോഗിച്ചാൽ വരുന്ന മാറ്റം എക്സാമ്പിൾ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് യൂസസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ യൂസസ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുന്നുണ്ട്, റിയേജൻസ് ആയിട്ട് ലബോറട്ടറിയിൽ റിയേജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിയേജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതുപോലെ ഓക്സിഡൈസിങ് നമ്മളിപ്പോൾ പറഞ്ഞത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലബോറട്ടറീസിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അതിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. അത് ആർഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള സബ്ഷെൽ ഇലക്ട്രോണിക് മെയിൻ ഇമ്പോർട്ടന്റ് പഠിക്കാനുള്ളത് കോപ്പർ ആൻഡ് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. വ്യത്യാസമുണ്ട്. 3D10ഉം 4s1ഉം അതുപോലെ 3D5ഉം 4s1ഉം വരുന്നു. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ റിയാക്ഷൻസ് പഠിക്കാനാണ്, കുറച്ച് റിയാക്ഷൻസേ പഠിക്കാനുള്ളൂ. അതുപോലെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്താണ് ട്രാൻസിഷൻ എലമെന്റ്സ്, എന്താണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് ചോദിക്കും. അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ എഫ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ് എലമെന്റ്സിന്റെ ലാക്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ഇത് പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് ഹോംവർക്ക് പറയാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഒന്ന് കാൽസ്യം പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ അറിയാം. കാൽസ്യം എന്ന് പറയുന്ന എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അറ്റോമിക് നമ്പർ പീരിയോഡിക് ടേബിളിൽ തന്നെ കാണും. മഗ്നീഷ്യം എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതുപോലെ ആർഗൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതുപോലെ തന്നെ സിങ്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇത്രയാണ് ഹോംവർക്കായിട്ട് പറയുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം എഴുതാൻ. അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. താങ്ക് യു.